എല്ലാവർക്കും നമസ്കാരം. 1945 ആഗസ്റ്റ് 17 ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം പിന്നീടും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. മഹായുദ്ധകാലവും അതിലേക്ക് നയിച്ച സംഭവങ്ങളും മാത്രമല്ല, സ്റ്റാലിൻ യുഗവും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്ത ഒരു പുസ്തകം. ഇതിൽ കഥാപാത്രങ്ങളായി എത്തുന്നത് മനുഷ്യരല്ല, മറിച്ച് മൃഗങ്ങളാണ്. അതുതന്നെയാണ് ഈ പുസ്തകത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നത്. ആനിമൽ ഫാം എഴുതിയത് ജോർജ് ഓർവെൽ ആണ്. സറ്റയർ സാഹിത്യം ഏറെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. മനുഷ്യരുടെ കയ്യാളത്തിൽ നിന്നും തങ്ങളുടെ ഫാം മൃഗങ്ങൾ സ്വന്തമാക്കുകയും അവരുടെ വിപ്ലവവും രാഷ്ട്രീയവും ഒക്കെ അതിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം അവർ അവരുടെ നിയമസംഹിതകൾ അവിടെ എഴുതി വെക്കുന്നു. നല്ലത് നാൽക്കാലികളാണെന്നും ഇരുകാലികളെ വിശ്വസിക്കരുത് എന്നും അതിൽ എഴുതി വെക്കുന്നു. അവരുടെ നിയമങ്ങൾ പിന്നീട് ഓരോ രീതിയിലും മാറ്റി എഴുതപ്പെടുന്നു. അവസാനം ഏകാധിപത്യത്തിന്റെ ചുരിയിൽ വീണ് സ്വയം നിയന്ത്രിക്കാനാവാതെ തകരുന്നതായിട്ടാണ് ഈ ഒരു കഥയിൽ. ഇതിലെ കഥാപാത്രങ്ങളൊക്കെയും മൃഗങ്ങളായതുകൊണ്ട് വായിച്ചിരിക്കാൻ ഏറെ രസകരമാണ്. പുറംചട്ട കൊണ്ട് ഒരു പുസ്തകത്തെ അളക്കരുതെന്ന് പറയുമല്ലോ. പുറംചട്ട കണ്ടാൽ തോന്നും ഇത് കുട്ടികളുടെ പുസ്തകമാണ്, കുട്ടികളുടെ ഒരു കഥയാണ് എന്ന്. പക്ഷേ ഏകാധിപത്യത്തെയും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ ധാരാളം എഴുതപ്പെട്ട ഒരു ചെറിയ കഥയാണ് ആനിമൽ ഫാം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായ തീർത്തും സ്വതന്ത്രമായ ഒരു സാമ്രാജ്യം, അവിടെ നമുക്ക് മനുഷ്യരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കേണ്ടതില്ല. നമുക്ക് നമ്മുടേതായ പ്രമാണങ്ങൾ നിയമാവലികളും ഉണ്ടാകും. അത്തരം ഒരു ലോകമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്നിതിൽ പറയുന്നുണ്ട് ഇവരുടെ നേതാവ്. ഒരു മൃഗത്തെയും ഉപദ്രവിക്കരുത് എന്ന് എഴുതി വെക്കുന്നു. പിന്നീട് കാരണമില്ലാതെ ഒരു മൃഗത്തെയും കൊല്ലരുത് എന്ന് അത് മാറ്റി എഴുതപ്പെട്ടുന്നു. പിന്നീട് ഈ മാറ്റി എഴുതപ്പെട്ടത് തന്നെ വീണ്ടും വല്ലാതെയാണ് പുനർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. ആദ്യം എഴുതപ്പെട്ട നിയമങ്ങളൊക്കെ പിന്നീട് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് മാറ്റപ്പെടുന്നു എന്ന ഒരു വലിയ കാര്യത്തെ കൂടി ഇതിൽ ഓർവെൽ എടുത്തു കാണിക്കുന്നുണ്ട്. എല്ലാ മൃഗങ്ങളും സമരാണ് എന്ന് പറയുന്നു. പക്ഷെ അവസാനം പറയുന്നുണ്ട് എല്ലാ മൃഗങ്ങളും തുല്യരാണ്, എന്നാൽ ചില മൃഗങ്ങൾ കൂടുതൽ തുല്യരാണ് എന്ന്. സ്വന്തം ഇച്ഛകൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു സുന്ദര ലോകത്തെ സ്വപ്നം കണ്ട കുറെ മൃഗമനുഷ്യരുടെ വിശാലമായ സഖ്യവും സാഹോദര്യവും അത് ഇല്ലാതാകുന്നു, ചുരുക്കപ്പെടുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ രസകരമായി ഒരു ആഖ്യാനമാണ് ഇതിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അങ്ങനെ മൃഗങ്ങള് കഥാപാത്രമായി എത്തുന്ന ഈ ഒരു പുസ്തകം കഴിയുന്നവർ വായിക്കുമെന്ന പ്രതീക്ഷയിൽ സ്നേഹപൂർവ്വം ഐശ്വര്യ.